കരിപ്പൂർ എയർപോർട്ടിന്റെ പരിസര പ്രദേശങ്ങളിലെ വീടടക്കമുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് എയർപോർട്ട് അതോറിറ്റി NOC നൽകാത്തത് സംബന്ധിച്ച് ജനങ്ങളുടെ ആശങ്കയകറ്റാനായി കളക്ടറേറ്റിൽ യോഗം ചേർന്നു. ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിലായിരുന്നു യോഗം. റൺവേ വികസനത്തിനായി വീടുകൾ ഒഴിഞ്ഞുകൊടുത്തവർക്ക് പോലും തൊട്ടടുത്ത സ്ഥലമെടുക്കാൻ എയർപോർട്ട് അതോറിറ്റി NOC നൽകുന്നില്ല. ഗവൺമെന്റ് ഭവന നിർമ്മാണ പദ്ധതി പോലും മുടങ്ങുന്ന അവസ്ഥയും നിലവിലുണ്ട്. ഇതിനാൽ തന്നെ എയർപോർട്ട് മേഖലയിൽ കെട്ടിട നിർമ്മാണ ചട്ടങ്ങളിൽ ഇളവ് നൽകാൻ സർക്കാരിന് കത്ത് നൽകാൻ യോഗം കളക്ടറെ ചുമതലപ്പെടുത്തി. ഇനി നടക്കാനുള്ള വികസനത്തിൻ്റെ പേര് പറഞ്ഞാണ് എയർപോർട്ട് അതോറിറ്റി NOC നൽകാത്തത്. ഇത് ശരിയായ നടപടിയല്ല. വികസനം കാലങ്ങൾ കഴിഞ്ഞുള്ളതാണെന്നും അതിന് ഇപ്പോൾ തന്നെ NOC നൽകാതിരിക്കുന്നത് ശരിയല്ലെന്നും യോഗത്തിൽ വിമർശനം ഉയർന്നു. ഇക്കാര്യങ്ങളെല്ലാം തന്നെ സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി അനുകൂലമായ തീരുമാനം എടുക്കാമെന്ന ഉറപ്പിലാണ് യോഗം അവസാനിപ്പിച്ചത്. പലർക്കും NOC കിട്ടാത്തതിൻ്റെ ഫലമായി വീട് വെക്കാൻ നിവൃത്തിയില്ല. ഒന്ന്, രണ്ടാമത് ഗവൺമെൻറ്റിൻ്റെ തന്നെ ഭവന നിർമ്മാണ പദ്ധതികൾ പോലും അതിൻ്റെ ഉള്ളിൽ നിന്നല്ല ഈ ഏരിയയിൽ തന്നെ നടത്താൻ കഴിയാത്തൊരവസ്ഥ. അപ്പോൾ അത് ഉടനെ ക്ലിയർ ചെയ്യണമെന്നായിരുന്നു നമ്മൾ ആവശ്യപ്പെട്ടത്. MLA ഉണ്ടായിരുന്നു, നമ്മുടെ മുനിസിപ്പൽ ചെയർമാൻ, എല്ലാവരും പരിസര പ്രദേശങ്ങളിലെ പഞ്ചായത്ത് കൃഷിമാരൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇത് സംബന്ധിച്ച് അടിയന്തരമായ നടപടിയെടുക്കണമെന്നാണ് ആവശ്യപ്പെട്ടത്. ജില്ലാ കലക്ടർ അതിനോട് അനുകൂലമായി പ്രതികരിച്ചു. അതുകൊണ്ട് ഇവിടെ ഈ കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട ചട്ടങ്ങൾ, ആ ചട്ടങ്ങളുടെ കാര്യത്തിൽ വിമാനത്താവളത്തിൻ്റെ പരിസര പ്രദേശത്തുള്ള ചില ഇളവുകൾ, അതായത് ഹൈറ്റിൻ്റെ കാര്യമൊന്നുമല്ല, ചില ഇളവുകൾ അത്യാവശ്യമായിട്ടും വേണ്ടതുണ്ട്. ആ ഇളവുകൾ ഗവൺമെൻറ്റിൽ നിന്ന് വാങ്ങുന്നതിന് വേണ്ടിയുള്ള നടപടി സ്വീകരിക്കണമെന്ന് യോഗം തീരുമാനിക്കുകയും കലക്ടർ തന്നെ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഗവൺമെൻറ്റിക്ക് അയക്കുന്നതാണ്. അതോടുകൂടി തന്നെ മറ്റൊരു സംഗതി എന്ന് പറയുന്നത്, ഇതിനു വേണ്ടി ഇപ്പോൾ NOC കൊടുക്കാതിരിക്കുന്നതിന് കാരണമായി പറയുന്നത് വിമാനത്താവളത്തിൻ്റെ ഇനിയുള്ള വികസനം, ആ വികസനത്തിന് കൂടി കാലേ കൂട്ടി കണ്ടുകൊണ്ടുള്ള സംഗതിയാണ്. അതുകൊണ്ടാണ് അത് തീർപ്പ് കൽപ്പിക്കാതെ വെച്ചതെന്നാണ്. അത് അർത്ഥമില്ലെന്ന് പറഞ്ഞു. കാര്യം വെച്ചാൽ എത്രയോ കാലം കഴിഞ്ഞിട്ട് ഇനി വരാനിരിക്കുന്ന കാര്യമാണ് ഈ വിമാനത്താവളത്തിൽ. ഇപ്പോൾ നിങ്ങൾക്കറിയാം, ഇതിൻ്റെ വീതി കിട്ടുന്നതിനെ സംബന്ധിച്ച് തന്നെ എത്രയോ കാലം നടന്നിട്ടാണ് ജനങ്ങളെ സഹകരിച്ച് അവസരം കൊടുത്തത്. അത് തന്നെ ഏതാണ്ട് 11 കൊല്ലത്തോളം അതിൻ്റെ പിന്നാലെ നടക്കും. എന്നിട്ടിപ്പോൾ അത് ഇനി ഏതോ ഒരു കാലഘട്ടത്തിൽ വരാൻ പോകുന്നു എന്ന് വിചാരിച്ച് ആ ഭാഗം മുഴുവനും ഒന്നും ചെയ്യാൻ കഴിയാതെ, വീട് നിർമ്മിക്കാൻ പോലും കഴിയാതെ ആളുകൾ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണെന്ന കാര്യം പറഞ്ഞു. അപ്പോൾ യാഥാർത്ഥ്യമാണ് കാര്യം. അവിടെ ഇനി ഒരു വികസനം നടത്തുന്നതിന് വേണ്ടി എത്രയോ കാലം ഇനിയും കഴിഞ്ഞിട്ട് ആലോചിക്കേണ്ട കാര്യം തന്നെയുള്ളൂ. അതുകൊണ്ട് ആ കാര്യത്തിൽ റിലാക്സേഷൻ നൽകിക്കൊണ്ട് തീർച്ചയായിട്ടും അക്കാര്യത്തിലും തീരുമാനം കൈക്കൊള്ളണം. ഇനി ഒരു വികസനം വരാൻ പോകുന്നു എന്ന് വിചാരിച്ചിട്ട് ഈ സ്ഥലങ്ങളെല്ലാം തന്നെ ആളുകൾക്ക് താമസിക്കാൻ കഴിയാത്ത വിധത്തിൽ NOC തടഞ്ഞു വയ്ക്കുന്നതിൻ്റെ കാരണമായി നിൽക്കുന്നത് വളരെ തെറ്റായൊരു പ്രവണതയാണ് എന്ന കാര്യം ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. ഈ കാര്യത്തിൽ വളരെ ഗൗരവമായൊരു സമീപനം എടുക്കാമെന്നും എയർപോർട്ട് അതോറിറ്റി ഒരു കാര്യം ചെയ്യാമെന്ന് പറയുന്നുണ്ട്. അവരും സെൻറ്ററിലേക്ക് അവരുടെ ഈ അഭിപ്രായങ്ങൾ ഇനിയിപ്പോൾ അവിടെ കാത്തു നിൽക്കേണ്ട കാര്യമല്ല, ആൾക്ക് താമസിക്കാൻ പറ്റുന്ന കൊടുക്കണം, ഒരു കാലത്ത് മാറ്റം ഉണ്ടാവുകയാണെങ്കിൽ ചെയ്യാം എന്നുള്ള സ്വഭാവത്തിൽ അവരും കത്തയക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കേരള ഗവൺമെൻറ് പാർട്ടിയിൽ കലക്ടറും ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ആ നിലയിൽ നല്ലൊരു ചർച്ചയായിരുന്നു. യോഗത്തിൽ ET മുഹമ്മദ് ബഷീർ MP, TV ഇബ്രാഹിം MLA, കൊണ്ടോട്ടി നഗരസഭ ചെയർപേഴ്സൺ നിത ഷഹീർ, എയർപോർട്ട് ഉദ്യോഗസ്ഥർ എന്നിവരും സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. ക്ലാരസ് ജ്വല്ലറിയോടൊപ്പം കല്യാണം കൂടാം, നേടാം ഓരോ ദിവസവും 5000 രൂപ ക്യാഷ് പ്രൈസ്. സെപ്റ്റംബർ 15 വരെ ദിവസേന ക്ലാരസ്, സഫ ജ്വല്ലറികളിൽ നിന്നും പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലിക്ക് നേടാം 5000 രൂപ ക്യാഷ് പ്രൈസ്. സെപ്റ്റംബർ 30 വരെ വെഡിംഗ് പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന 3 കപ്പിൾസിന് നൽകുന്നു മലേഷ്യയിലേക്ക് ഹണിമൂൺ പാക്കേജ്. വിവാഹ പാർട്ടികൾക്ക് 2.5% മുതൽ പണിക്കൂലിയിൽ ഇൻഷുറൻസ് പരിരക്ഷയോടെ ആഭരണങ്ങൾ സ്വന്തമാക്കാം. വിലവർദ്ധനവിൽ നിന്നും രക്ഷ നേടാൻ 10% മുതൽ അഡ്വാൻസ് ബുക്കിംഗ് സ്കീമുകൾ. ഈ ഓഫർ ക്ലാരസ് ഡിസൈനർ ജ്വല്ലറിയുടെയും സഫ ജ്വല്ലറിയുടെയും എല്ലാ ഷോറൂമുകളിലും ലഭ്യമാണ്. ക്ലാരസ് ഡിസൈനർ ജ്വല്ലറി. ഫോൺ 9400023916.